റിപ്പോർട്ടർ ബ്രേക്കിംഗ്. BJP ഭരണസമിതിയിലുള്ള തിരുവനന്തപുരം പെരിങ്ങമല സഹകരണ സംഘത്തിൽ വൻ തട്ടിപ്പ്. 4.16 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. പണം തിരിച്ചുപിടിക്കാനുള്ള നീക്കത്തിലാണ് സഹകരണ വകുപ്പ്. ഭരണസമിതി അംഗങ്ങളായ BJP നേതാക്കൾക്ക് നോട്ടീസ് നൽകി. 43 ലക്ഷം രൂപയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് അടയ്ക്കേണ്ടത്. ചട്ടം ലംഘിച്ചാണ് ഭരണസമിതി അംഗങ്ങൾ വായ്പ എടുത്തത് എന്നാണ് കണ്ടെത്തൽ. ലക്ഷങ്ങളാണ് നിക്ഷേപകർക്ക് നഷ്ടമായത്. കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയ ആനന്ദ് തമ്പിക്കും പണം ലഭിക്കാനുണ്ട്. സഹകരണ വകുപ്പ് നോട്ടീസിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. റോഷിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, BJPയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അടക്കം എസ് സുരേഷ് അടക്കം 43 ലക്ഷം രൂപയാണ് ഈ സഹകരണ സംഘത്തിൽ നിന്ന് എടുത്തിരിക്കുന്നത്. എന്നിട്ട് പൈസ ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല. കരുവന്നൂരിന്റെ പേരിൽ വലിയ പ്രതിഷേധങ്ങൾ നടത്തിയവരല്ലേ? ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത്? റോഷിപാൽ, കോടികളുടെ തട്ടിപ്പ്. 4.25 കോടി രൂപയാണ്, 4.16 ലക്ഷം രൂപയാണ് ഇപ്പോൾ തട്ടിച്ചിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഒരു മിനി കരുവന്നൂരാണോ ഇത്? അരുൺകുമാർ, അങ്ങനെ പറയേണ്ടി വരും. BJP നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ അത് ഭരിച്ചിരുന്നത്. അങ്ങനെ അവിടെ വലിയ തട്ടിപ്പ് നടന്നുവെന്ന് സഹകരണ സംഘം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ഈ തുക തിരിച്ചുപിടിക്കാനുള്ള തീരുമാനമെടുത്തത്. ഏതാണ്ട് 4.16 കോടി രൂപയുടെ തട്ടിപ്പാണ് ഈ സഹകരണ സംഘത്തിൽ, പെരിങ്ങമലയിലെ സഹകരണ സംഘത്തിൽ ഉണ്ടായത്. അങ്ങനെ BJPയുടെ നേതാവ് പത്മകുമാറാണ് അതിൻ്റെ പ്രസിഡന്റ്. അവിടെ വൈസ് പ്രസിഡന്റായിരുന്നു എസ് സുരേഷ്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയായ എസ് സുരേഷിനു കൂടി ഈ പണം തിരിച്ചുപിടിക്കാൻ വേണ്ടിയുള്ള ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട് 43 ലക്ഷം രൂപ, അതും പലിശ സഹിതം തിരിച്ചടക്കണമെന്നാണ് സഹകരണ വകുപ്പ് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകി. ഏതായാലും ഈ പണം ഇതുവരെ ഈ ഭരണസമിതി അംഗങ്ങൾ ആരും തിരിച്ചുവിട്ടില്ല. ആ പണം തിരിച്ചുപിടിക്കാനുള്ള നീക്കം സഹകരണ വകുപ്പ് ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. നിരവധി നിക്ഷേപകർക്ക് പണം നഷ്ടമായി. പാവപ്പെട്ട നിരവധി നിക്ഷേപകരാണ് ഇത് കാരണം പ്രതിസന്ധിയിലായത്. ലക്ഷക്കണക്കിന് രൂപയാണ് അവർക്ക് നഷ്ടമായത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ആനന്ദിനും പണം നഷ്ടപ്പെട്ടിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ BJP അനുഭാവികൾക്കും BJP പ്രവർത്തകർക്കും അല്ലാത്തവരുമായ നിരവധി പേർ ഈ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിരുന്നു. BJPയുടെ നേതാക്കൾ എന്ന നിലയിൽ എസ് സുരേഷ് അടക്കമുള്ള പത്മകുമാർ അടക്കമുള്ള നേതാക്കൾ നിക്ഷേപകരെ സമീപിച്ചപ്പോൾ അവർ ആ വിശ്വാസത്തിന്റെ പേരിൽ, പൊതുപ്രവർത്തകർ എന്ന ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് ഈ സൊസൈറ്റിയിലേക്ക്, സർവീസ് സഹകരണ സംഘത്തിലേക്ക് പണം നിക്ഷേപിച്ചത്. അങ്ങനെ നിക്ഷേപിച്ച ആ പണം രേഖകളില്ലാതെ ചട്ടങ്ങളെല്ലാം ലംഘിച്ച് പലർക്കും വായ്പ കൊടുത്തു. അങ്ങനെ വായ്പയെടുത്തവരിൽ BJP നേതാക്കളുണ്ട്, BJP അനുഭാവികളുണ്ട്. അവരാരും പണം തിരിച്ചടച്ചില്ല. അങ്ങനെ നിയമവിരുദ്ധമായി എടുത്ത നിരവധി വായ്പകൾ, അതാണ് ഈ സഹകരണ സ്ഥാപനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് ഈ സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കടുത്ത നടപടിയിലേക്ക് സഹകരണ വകുപ്പ് നീങ്ങിയത്. ഏത് സഹകരണ സംഘത്തിന്റെ ഭരണസമിതി അംഗമാണോ അയാൾക്ക് ആ സംഘത്തിൽ നിന്ന് വായ്പ എടുക്കാൻ കഴിയില്ല എന്നുള്ളതല്ലേ സഹകരണ സംഘ നിയമത്തിലെ ചട്ടം എന്ന് പറയുന്നത്? ഭരണസമിതി അംഗങ്ങൾ അതേ സംഘത്തിൽ നിന്ന് വായ്പ എടുക്കാൻ പാടില്ലെന്ന നിയമം കൂടി ലംഘിച്ചുകൊണ്ടാണ് ഈ എസ് സുരേഷ് ഈ ലോൺ എടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. 43 ലക്ഷം രൂപയാണ് പലിശ സഹിതം തിരിച്ചടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ കരുവന്നൂരിനെ കുറ്റം പറഞ്ഞ് എസ് സുരേഷ് നമ്മുടെ അടക്കമുള്ള ചാനൽ ഫ്ലോറുകളിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ചട്ടങ്ങളെല്ലാം ലംഘിച്ച് പെരിങ്ങമല ബാങ്കിൽ നിന്ന് 43 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. ആ സമയത്ത് ആ പെരിങ്ങമലയിലെ ബാങ്ക് പൂട്ടിപ്പോയിരുന്നു 2013 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ ബിനാമി ഇടപാടുകൾ അടക്കം അന്വേഷണ സംഘം പരിശോധിക്കുമോ? അരുൺകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരം സഹകരണ സംഘങ്ങളിലെ തട്ടിപ്പ് നേതൃത്വം നൽകുന്നവർ, പണം തട്ടിയെടുക്കുന്ന ഭരണസമിതി അംഗങ്ങൾ ഒരിക്കലും അവരുടെ ബന്ധുക്കളെ വഴി ആയിരിക്കില്ല വായ്പയെടുക്കുന്നത്. ഒരുപക്ഷെ സുഹൃത്തുക്കളായ ആരെങ്കിലും വഴിയായിരിക്കും വായ്പയെടുക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ BJPയുടെ സംഘടനാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് വാർത്താക്കുറിപ്പിലൂടെ പറയുന്നത് താൻ ഇതുവരെ ആ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പയെടുത്തിട്ടില്ല, താൻ അങ്ങനെ ഒരു തട്ടിപ്പും നടത്തിയില്ല, താൻ നേരത്തെ തന്നെ അവിടെ ഭരണസമിതി അംഗത്വം രാജിവെച്ചിരുന്നു എന്നാണ്. അങ്ങനെ അംഗത്വം രാജിവെച്ചിരുന്നെങ്കിൽ സഹകരണ സംഘം ഇങ്ങനെ പണം തിരിച്ചടക്കാനുള്ള ഒരു നോട്ടീസ്, നിയമപ്രകാരമുള്ള നോട്ടീസ് എസ് സുരേഷിന് നൽകില്ല.
ഏതായാലും സുരേഷ് ഇത് സംബന്ധിച്ച നിയമ നടപടി നടത്തുന്നുണ്ട്, നിയമ പോരാട്ടം നടത്തുന്നുണ്ട് ഒരു ഭാഗത്ത്. ഏതായാലും BJP-യുടെ നേതൃത്വത്തിലുള്ള മൂന്നാമത്തെ സൊസൈറ്റിയാണ് ഇങ്ങനെ പ്രതിസന്ധിയിലായത്. നേരത്തെ MS കുമാറിന്റെ ഫേസ്ബുക്ക് പ്രതികരണം നമ്മൾ എല്ലാവരും കണ്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. BJP-യുടെ സംസ്ഥാന നേതാക്കളടക്കം തന്റെ സർവീസ് സഹകരണ സംഘത്തിൽ നിന്നും വായ്പയെടുത്ത് തിരിച്ചടച്ചില്ല, ആ പണം എത്രയും പെട്ടെന്ന് തിരിച്ചടക്കണം, അല്ലെങ്കിൽ തിരിച്ചടക്കാനുള്ളവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുമെന്നായിരുന്നു MS കുമാർ പറഞ്ഞത്. നമുക്ക് കൃത്യമായി അറിയാം, തിരുവനന്തപുരത്തെ BJP-യുടെ നട്ടല്ലായിരുന്നു ഒരു കാലത്ത് MS കുമാർ എന്ന നേതാവ്. ആ സൊസൈറ്റിയുടെ തകർച്ചയോടെയാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. നേരത്തെ തിരുമലയിലെ അനിലിന്റെ ആത്മഹത്യക്ക് വഴിയൊരുക്കിയത് ആ BJP-യുടെ അധീനതയിലുണ്ടായിരുന്ന അനിലിന്റെ നേതൃത്വത്തിലുള്ള സൊസൈറ്റിയിലെ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു. അവിടെയും സമാനമായ രീതിയിൽ വായ്പയെടുത്തവർ പണമടച്ചില്ല, അതാണ് പ്രതിസന്ധി കാരണം. സഹകരണ സംഘത്തിൽ വൻ തട്ടിപ്പ്, ഇപ്പോൾ സഹകരണ സംഘത്തിന്റെ ഉത്തരവാണ് റോഷിപാൽ പങ്കുവച്ചത്. പ്രിയപ്പെട്ടവരെ,